വ്യക്തിമായിട്ട് ഇതുപോലെ ഒരാൾ വ്യക്തിയെ പറയൂ. ഒരു ചോദ്യം താങ്കളല്ല പറഞ്ഞു ശബരിമലയിൽ പോയ ആളെന്ന് കണ്ടുപിടിക്കണം. താങ്കൾ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞ ഇതുപോലെ ഇതുപോലെ അല്ല സാർ. ഒരു മിനിറ്റ് നിങ്ങൾ പറയുന്ന വാചകത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് വേണം. അങ്ങനെ ഇതുപോലെ വരത്തില്ല. അത് വിട്ടു ഇതുപോലെ ജീവിതത്തിൽ പറഞ്ഞേക്കരുത്. ഇവിടുത്തെ റോക്കറ്റ് വിടാൻ നേരെ എഴുതി കൊടുത്തിട്ടുള്ള ആളാണ് ശാസ്ത്രജ്ഞന്മാർക്ക്. ചോദിക്കണം, എഴുതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. സാറേ നിങ്ങളിപ്പോ പറഞ്ഞു ആയിരക്കണക്കിന് ആൾക്കാരുടെ തെളിവ് എന്റെ യൂട്യൂബിലുണ്ട്. പാവങ്ങളെ നിങ്ങൾ പറ്റിക്കുവാണ്. താങ്കളുടെ ഭാഗത്ത് ശരിയുണ്ട്. പിന്നെ ആവുന്നു എന്റെ ചോദ്യമേ ഉള്ളൂ. താങ്കളുടെ ഭാഗത്ത് ശരിയുണ്ട്. ഞാൻ പറയട്ടെ, ഒരാളെയെങ്കിലും എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളെയെങ്കിലും വസ്തുനിഷ്ഠമല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് മുരാരി കബളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ തെളിവ് നേരത്താം. എനിക്കൊരു ഇന്റർവ്യൂ തരാൻ പറ്റും. അപ്പൊ പ്രിയമുള്ളവരെ കേട്ടല്ലോ, മുരാരി ഒരു തെറ്റ് ചെയ്തെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ആർക്കും തെളിയിക്കാൻ പറ്റത്തില്ല. ഇപ്പം നാട് മൊത്തം തെളിഞ്ഞിട്ടുണ്ട്, മുരാരി എണ്ണം ഓടിയിട്ടുണ്ട്. അപ്പം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ അൻവർ ഷാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അറിയാലോ, നമ്മുടെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നമ്മളുടെ ഭക്തി വത്സലനായ മുരാരി ചേട്ടൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. പ്രിയമുള്ളവർ, വിശ്വാസികളുടെ അല്ലെങ്കിൽ അന്ധവിശ്വാസികളുടെ ഹൃദയം പൊടിയുന്നൊരു വാർത്തയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയങ്ങളായിട്ട് മുരാരി ചേട്ടൻ പിടിയിലായിരിക്കുന്നത്. എന്തിൻ്റെ പേരിലാണ്? 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകൊച്ചിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ അണ്ണനെ പോലീസ് ചുമന്നിരിക്കുകയാണ്. അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായ ഭരണിക്കാവിൽ നിന്നാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം, അണ്ണനെ പിടിക്കുന്നത്. അണ്ണൻ പറഞ്ഞു കേട്ടില്ലേ, റോക്കറ്റ് വിടാൻ വേണ്ടി വരെ ഞാൻ സമയം കുറിച്ച് കൊടുത്തവനാടാ. എൻ്റെ അടുക്കലാണ് നിമാരൊക്കെ കളി. അതാരാണോ എന്തോ ഈ അണ്ണൻ്റെ അടുക്കെ പോയി റോക്കറ്റിന് വേണ്ടി സമയം കുറിച്ചെടുത്ത. നമുക്കിപ്പോൾ എന്തായാലും അണ്ണനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസുകാർ പോകുന്നൊരു രംഗമുണ്ട്. നമ്മുടെ സ്വന്തം നാടായ ഭരണിക്കാവിലാണ്, നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. അപ്പോൾ കണ്ടല്ലോ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരെ, തുണി പോലും കൊടുക്കാൻ സമ്മതിക്കാതാണ് പിടിച്ചോണ്ട് പോയിരുന്നത്. തുണിയെങ്കിലും വാരി പൊത്തിയപ്പുണ്ട് പുള്ളി കേട്ടോ. രാജൻ ബാബു എന്ന് പറയുന്ന ഓട്ടോ ഓടിച്ച് നടന്നിരുന്ന നമ്മളുടെ മുരാരി ബാബു, അത് തന്നെ ബാബു അണ്ണനെ അങ്ങനെ പോലീസ് ചുവന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അണ്ണനെ കുറിച്ച് നാട്ടുകാർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കണ്ടേ? അത് കേൾക്കാം നമുക്ക് അടുത്തതായിട്ട്. അതിന് മുമ്പായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ആൾദൈവങ്ങളെ തേടി പോകുന്നവർ ഒരു കാര്യം ഒന്ന് ഏറ്റവും കുറഞ്ഞൊന്ന് പരിഗണിക്കണം. ഇവരാരായിരുന്നു, നേരത്തെ എന്തായിരുന്നു എന്നുള്ളതെങ്കിലും ഏറ്റവും കുറഞ്ഞൊന്ന് പരിശോധിച്ചാൽ അത്രയും കൊള്ളാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരാളൊരു ഓൺലൈനിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പേക്കൂത്തുകൾ കാണിക്കുമ്പോഴത്തേക്ക് അങ്ങ് ഇറങ്ങി ഓടും അവരുടെ പുറയിൽ. ഇതൊക്കെ കാണിച്ചാലും എല്ലാവരും ഇവരെ പുറകെ പോകാനുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്തുവാടെ കേരളത്തിൽ ഇത്രയും വിശ്വാസമൊക്കെ നല്ലതാണ്, അതിന് ഈ അന്ധവിശ്വാസത്തിലേക്ക് പോയി ചാടി കൊടുക്കണം. അപ്പോൾ മോശക്കാരനായിട്ടാണോ എട്ടും പൊട്ടും തിരിയാത്തൊരു പെൺകൊച്ചിൻ്റെ അടിക്കൽ അനാവശ്യം കാണിച്ച മുരാരി സ്വാമി? അതിന് നാട്ടുകാരെന്തോ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഒരു ഫ്രോഡാണ്. പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ഈ മുരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ആട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ്. ഒരു സുപ്രഭാതത്തി, അതുപോലെ തന്നെ ചാരായം വാറ്റ്, ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി. അതുപോലെ തന്നെ അന്ന് തന്നെ ആട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപീഡന കേസുണ്ടായി. നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ഇദ്ദേഹം കുറേ നാൾ ഒളിവിലായിരുന്നു. അതിനുശേഷം ഏതോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അറബികളെയൊക്കെ പറ്റിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ ജ്യോതിഷനായിട്ട് ജ്യോതിഷൻ മാത്രമല്ല, ഇദ്ദേഹം വലിയ തന്ത്രിയാണെന്നാണ് പറയുന്നത്. വലിയ ബോർഡൊക്കെ വെച്ച് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ഒരുപാട്, അതുപോലെ തന്നെ വാസ്തുശാസ്ത്രവും അറിയാം. ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വാസ്തുവൊക്കെ ഇദ്ദേഹമാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക. സോഷ്യൽ മീഡിയ വഴി, അതുപോലെ തന്നെ ഒരുപാട് പൂജകൾ, ഈ നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളിലൊന്നും പറയാത്ത ചില പൂജകളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇട്ട് വലിയ പ്രചരണമാണ്. ഇതൊക്കെ കണ്ട് ലക്ഷങ്ങൾ പറഞ്ഞാണ് ആളുകൾ ഇത്തരം അന്ധവിശ്വാസത്തിൽപ്പെട്ട് ഇദ്ദേഹത്തെ കൊണ്ട് പൂജ ചെയ്യിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അബദ്ധം പറ്റിയാണ് പലരും ഇദ്ദേഹത്തിന് ഈ ജ്യോതിഷനെ സമീപിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ഈ മുരാരിമര പോലുള്ള ആസാമിമാരുണ്ടല്ലോ, ഇവരെന്ന് പറയുന്നത് അവരുടെ സ്വന്തം ഭാവി ഒന്ന് പ്രവചിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തെമ്മാഴ്ത്തരം കാണിക്കുമായിരുന്നു. ഇയാൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റാതെ പോയത് ആ ഒരു കാര്യമാണ്. ഇയാളുടെ സ്വന്തം ഭാവി ഇയാളൊന്ന് പ്രവചിച്ചായിരുന്നെങ്കിൽ ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഇയാൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അവസാനം ആൾക്കാരെന്തായാലും വീട് വളഞ്ഞു, അവസാനം ഇയാൾ ഉടിതുണി പോലും ഇല്ലാതെ ഓടിയെന്നാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എന്തായിരുന്നാലും കൊള്ളാം. ഭക്തി തേടി പോകുന്ന എല്ലാവർക്കും ഇതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ. ഇതിപ്പം തെളിഞ്ഞത് ഇത്രയും, തെളിയാത്ത എന്തോരം കേസുകൾ കാണും.
പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ. ഇയാൾ എന്തൊക്കെ തോന്നിവാസങ്ങൾ, എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് ആർക്കൊക്കെ അറിയാനൊക്കും. എന്തായിരുന്നാലും എൻ്റെ ആത്മീയത ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന മലയാളികളോടാണ് പറയാനുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വാസം നല്ലതാണ്, എന്നാൽ അന്ധമായ വിശ്വാസമോ അന്ധമായ ആചാരങ്ങളോ ഒക്കെ പോയിപ്പെട്ട് നിങ്ങളുടെ ജീവിതവും ജീവനും നിങ്ങളുടെ കുട്ടികളുടെ ജീവനെങ്കിലും നിങ്ങൾ നശിപ്പിക്കില്ലെന്നൊരു അപേക്ഷയുള്ളൂ പറയാൻ. ഇതൊക്കെ കണ്ട് ആ കുട്ടിയുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എല്ലാവർക്കും കുറുക്ക് വഴിയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാനാണല്ലോ ഇപ്പം ആവശ്യം. ഇതാവുമ്പോൾ പെട്ടെന്ന് പോയി സ്വാമി പറയുന്ന പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുയ്യാക്കന്മാർ പറയുന്ന പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെട്ടിപ്പിനെ തട്ടിപ്പിനെ ഇരിക്കുന്നവർ അത് കാര്യങ്ങളങ്ങ് നേടുമല്ലോ. പൈസ കൊടുത്താൽ മതിയല്ലോ, നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങ് നടക്കുമല്ലോ. എൻ്റെ പ്രിയമുള്ളവർ, ഇതൊക്കെ ഒരു പാഠമായി ഇനിയെങ്കിലും പഠിക്കണേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരും ഒന്നും പഠിക്കാൻ പോകുന്നില്ല. ഇത് യഥേഷ്ട കേരളത്തിൽ ഇനിയും നടക്കും, അതെനിക്ക് ഉറപ്പാണ് 100%. എന്തായിരുന്നാലും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചു. ഇനി നമുക്ക് വേറൊരു ടോപ്പിക്കും വിശേഷമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ പറയുന്നു. വേറൊരു വീഡിയോമായി കാണാം. അതുവരെയും ബൈ. താങ്ക്